ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുട്ബോൾ പ്രേമികൾക്കുള്ളതാണ്. അടിപൊളി പോർച്ചുഗൽ ടീഷർട്ട് കീ ചെയിൻ ഉണ്ടാക്കിയാലോ. ലെറ്റ് സ്റ്റാർട്ട്. ഞാനിവിടെ 2 കളർ കോട്ടൺ യാൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3mm ക്രോഷേ ഹുക്ക്, പിന്നെ ഒരു സിസേഴ്സ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 16 ചെയിൻ ഇടണം. ആദ്യത്തെ ചെയിൻ 1 2 3 4 5 14 15, ലാസ്റ്റ് വൺ 16. ഇനി ഈ ചെയിൻ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട്, അതായത് ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ലൈക്ക് ദിസ്. അപ്പോൾ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ റൗണ്ടിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. സെയിം സ്റ്റിച്ചിലൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ച് 2 സിംഗിൾ ക്രോഷേ, 1 2. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. ഇതാണ് ആദ്യത്തെ റൗണ്ടിലെ പാറ്റേൺ 1 2. നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് വരാം. റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 24 സിംഗിൾ ക്രോഷേ വേണം. ഇനി ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ 1 ഇട്ടെടുക്കാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാണൊന്ന് ചേഞ്ച് ചെയ്യണം. സെക്കൻഡ് കളർ യാണൊന്ന് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ യാണിലൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. 1 ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സ്റ്റിച്ചിലൂടെ 1 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാണിങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ കവറായി കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റിച്ചിലൂടെ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, അങ്ങനെ സെക്കൻഡ് റൗണ്ട് മൊത്തം ഓരോ സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും, 24 സിംഗിൾ ക്രോഷേ. സെക്കൻഡ് റൗണ്ട് ക്ലോസ് ചെയ്യാണ്. ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി റൗണ്ട് 3ഉം 4ഉം, റൗണ്ട് 3 ആൻഡ് 4 സെയിം പാറ്റേൺ ആണ്. 24 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം, ടോട്ടൽ 24 സ്റ്റിച്ചസ്. നമുക്ക് റൗണ്ട് 3ഉം 4ഉം ചെയ്ത് കാണാം. റൗണ്ട് 3ഉം 4ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ ആണ് കിട്ടുന്നത്. റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാണ്. ചെയിൻ 1 ചെയ്തു. നെക്സ്റ്റ് വരുന്ന 4 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. 1 2 3, ലാസ്റ്റ് വൺ 4. ഇനി നമുക്ക് 5 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 4 ആൻഡ് 5. നെക്സ്റ്റ് 5 സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യണം. 1 2 3 4 5. 6ലൂടെ 1 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്ന 6 സ്റ്റിച്ചിലൂടെ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. +1
ടോട്ടൽ 7 സിംഗിൾ ക്രോഷേ. ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. 2 3 4 5 6 ലാസ്റ്റ് വൺ 7. അഗൈൻ 5 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 4 5 5 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. 1 2 3 4 5. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് 3 സ്റ്റിച്ചസ് ആണ് ബാക്കിയാവുന്നത്. ആദ്യത്തിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തു. നെക്സ്റ്റിൽ 1 സിംഗിൾ ക്രോഷേ ആൻഡ് ലാസ്റ്റ് വൺ 1 സിംഗിൾ ക്രോഷേ. റൗണ്ട് 5 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. റൗണ്ട് 6 സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഓരോ സ്റ്റിച്ചിനും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം നേരത്തെ റൗണ്ടിൽ ആദ്യത്തെ 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ആ ഒരു 4 സ്റ്റിച്ചിൽ ഇപ്രാവശ്യം ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ആൻഡ് 4. ഇനി നേരത്തെ 5 ചെയിൻ ഇട്ട് കൊടുത്തു. ആ 5 ചെയിനും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. ആദ്യത്തെ ചെയിനിൽ 1 സിംഗിൾ ക്രോഷേ, 2 3 4 ലാസ്റ്റ് വൺ 5. നെക്സ്റ്റ് 7 സ്റ്റിച്ച് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. 1 2 3 4 5 6 ലാസ്റ്റ് വൺ 7. നെക്സ്റ്റ് 5 ചെയിൻ ഇട്ട് കൊടുത്തു. ആ 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതം. 1 2 3 4 ലാസ്റ്റ് വൺ 5. ഇനി ലാസ്റ്റുള്ള 3 സ്റ്റിച്ചസിൽ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. ആദ്യത്തെ സിംഗിൾ ക്രോഷേ 1 2 ആൻഡ് 3. റൗണ്ട് 6 കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ ആണ് കിട്ടുന്നത്. റൗണ്ട് 7 സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. ഈ ഒരു റൗണ്ടിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിനും ഓരോ സിംഗിൾ ക്രോഷേ, ടോട്ടൽ 24 സിംഗിൾ ക്രോഷേ. റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ദെൻ ചെയിൻ 1. റൗണ്ട് 7 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. ഇനി 7 to 12 വരെ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം. ടോട്ടൽ 6 റൗണ്ട്. ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. റൗണ്ട് 7 to 12 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. ഇയാളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ആളൊന്ന് കവർ ചെയ്തെടുക്കണം.
റൗണ്ട് 12 കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേണാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് യാണൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ ലാസ്റ്റ് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീനാണ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വരാം. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ടോട്ടൽ 24 സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ചെയിൻ 1 ഇയാളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് സൈഡൊന്ന് കുറച്ചും കൂടി നീറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഇവിടെയും ഓരോ സ്റ്റിച്ചിനും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ഇട്ടെടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ചെയിൻ 1 ഓരോ ചെയിനിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത് തരാം. ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1 യാണൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തപ്പോൾ തന്നെ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഹാൻഡാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരെണ്ണം ചെയ്തെടുത്തു. ഇപ്പുറത്ത് നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ ടോട്ടൽ 10 സ്റ്റിച്ചസാണ് നമുക്ക് കിട്ടുന്നത്. മേലെ 5, താഴെ 5. ഈ കോർണറിൽ വരുന്ന 2 സൈഡ് കോർണേഴ്സും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ ടുഗദർ ചെയ്ത് എടുക്കണം. ഒരു കോർണറിലായി ഹുക്കൊന്ന് കടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇയാളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് സിംഗിൾ ക്രോഷേ ടുഗദറാണ് ചെയ്യേണ്ടത്. ഈ കോർണറിലെ 2 സൈഡും കൂടി ഉള്ള സ്റ്റിച്ചസ് ടുഗദർ ചെയ്തെടുക്കുക. ആദ്യത്തെ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ ടുഗദർ. നെക്സ്റ്റ് വരുന്ന 4 സ്റ്റിച്ചിലൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ആദ്യത്തെ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് സിംഗിൾ ക്രോഷേ, ഫോർത്ത് സിംഗിൾ ക്രോഷേ. ഇപ്പുറത്തെ സൈഡ് കോർണർ കൂടി നമുക്ക് 2 സിംഗിൾ ക്രോഷേ ടുഗദർ ചെയ്തെടുക്കണം. ആദ്യത്തെ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് കോർണറിലും കൂടി ഒരു സിംഗിൾ ക്രോഷേ ടുഗദർ ചെയ്തെടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുന്ന 4 സ്റ്റിച്ചിലൂടെ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. ഇനി ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 10 സ്റ്റിച്ചസ് ഉണ്ട്.
നെക്സ്റ്റ് റൗണ്ട് 2 ആൻഡ് റൗണ്ട് 3 ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം, അങ്ങനെ ടോട്ടൽ 10 സിംഗിൾ ക്രോഷേ. ഇവിടെ ഞാൻ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് വരാം. അങ്ങനെ 3 റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന യാൺസൊക്കെ നമുക്കത് കവർ ചെയ്തെടുക്കാം. പോർച്ചുഗൽ ജേഴ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കീ ചെയിനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കീ ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പോർച്ചുഗൽ ജേഴ്സി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ ബൈ.